ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അർബൻ ടേസ്റ്റ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട കേക്ക് എന്ന ഈവനിങ് സ്നാക്കാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ട് 3 മുട്ട, 1 കപ്പ് പഞ്ചസാര, 3 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ എള്ള് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും മിക്സറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം. ഇടയ്ക്കിടെ നമ്മൾ ഇതുപോലെ മൈദ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ മിക്സ് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മാവ് ഇനി 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ മാവൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസൊക്കെ ഇട്ട് കൊടുക്കാം.
എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. മുട്ടക്കേക്കിൻ്റെ ഉൾവശം നന്നായി കുക്ക് ചെയ്ത് വരാനും പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ മുട്ടക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണം. ഒപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം.